ഓഫീസായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസായിട്ടുള്ള മലപ്പുറം ഓഫീസിനെ നമ്മൾ റാപ്പർ ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. അതിന്റെ ഉള്ളിൽ ഓർഗനൈസേഷൻ യൂണിറ്റുകളുണ്ട്. നമ്മളുടെ കണക്ക് പ്രകാരം ഒരു ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മലപ്പുറം ഓഫീസിന്റെ ഓർഗനൈസേഷൻ യൂണിറ്റ് അല്ലേ എന്നൊരു ലോക്കൽ ലാംഗ്വേജിൽ നമുക്കൊരു തോന്നൽ ഉണ്ടാവുമെങ്കിലും ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ഓഫീസ് എന്നുള്ളതിനെ നമ്മൾ റാപ്പർ ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിലുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളാണ് ജോയിന്റ് ആർടിഒന്റെ ഒരു യൂണിറ്റ്, എ എന്ന് പറയുന്ന സെക്ഷന്റെ ഒരു യൂണിറ്റ്, ബി എന്ന് പറയുന്ന സെക്ഷന്റെ യൂണിറ്റ്, സി എന്ന് പറയുന്ന സെക്ഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻ യൂണിറ്റുകൾ. ഓരോ ഓർഗനൈസേഷൻ യൂണിറ്റിനകത്തും വിവിധങ്ങളായ പോസ്റ്റുകൾ ഉണ്ടാവും. ആ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ A1, A2, A3, B1, B2, B3 തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ ഓരോ ഓർഗനൈസേഷൻ യൂണിറ്റിനകത്തും ഉണ്ടാവും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചതാണ്. അത് തന്നെ നമ്മുടെ ഈ പോസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണുന്നത് എന്താണ്? പ്രൈമറി ഓർഗനൈസേഷൻ. പ്രൈമറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ആണ്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പ്രൈമറി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഗതി. അതേപോലെ തന്നെ റാപ്പർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നേരത്തെ ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് ഓഫീസുകളാണ് നമ്മളുടെ റാപ്പർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ABCD അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ജോയിന്റ് ആർടിഒ, ഓഫീസ് ഓഫ് ആർടിഒ ഒക്കെ ഓരോ ഓർഗനൈസേഷൻ യൂണിറ്റുകളാണ് എന്ന് മനസ്സിലായി. അതേപോലെ അതിനകത്തുള്ള പോസ്റ്റുകളാണ് ഇതിനകത്ത് പോസ്റ്റ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അതിനകത്ത് ഓരോ പോസ്റ്റുകൾ എടുത്തിട്ട് ഓരോ എംപ്ലോയീസിനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. എന്നതിന് ശേഷം ഇനി ഒരു ഉദ്യോഗസ്ഥനെ ഒരു സീറ്റിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാലും അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സംഗതിക്കാണ് നമ്മൾ റോൾ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റോൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ആ ഒരു ഓഫീസിലെ ജോയിന്റ് ആർടിഒ ആണ് ലോക്കൽ അഡ്മിൻ എങ്കിൽ പോലും അവിടുത്തെ ആർടിഒ വന്നാലും, അല്ലെങ്കിൽ ഇപ്പൊ കോഴിക്കോട് ആർടി ഓഫീസിലെ ജോയിന്റ് ആർടിഒ ആണ് അവിടുത്തെ ലോക്കൽ അഡ്മിൻ എങ്കിൽ അവിടെ ഒരു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നാൽ അദ്ദേഹത്തിനും റോൾ അസൈൻമെന്റ് ചെയ്യേണ്ടത് ഈ ലോക്കൽ അഡ്മിൻ ആണ്. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇ ഫയൽ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വിൻഡോ ഇ ഫയൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോ ആണ്. അതിന്റെ മുകളിലുള്ള റെസിപ്റ്റ് ഫയൽ മാത്രമേ നമ്മൾ ഇതേവരെ നോക്കിയിട്ടുള്ളൂ. അതിന് ഏറ്റവും അടിയിലുള്ള ഈ സെറ്റിംഗ്സ് എന്ന മെനു, ഈ സെറ്റിംഗ്സ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് റോൾ മാപ്പിംഗ് എന്നുള്ളത് കാണുന്നത് ലോക്കൽ അഡ്മിൻസിന് മാത്രമാണ്. അതായത് അവിടുത്തെ ജോയിന്റ് ആർടിഒന് മാത്രമാണ് ഈ റോൾ മാപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ ഓരോ ഉദ്യോഗസ്ഥന് എന്തെല്ലാം പവറുകൾ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അപ്പോ ഒരാളെ ഒരു പോസ്റ്റിൽ ഇരുത്തിയതിനു ശേഷം, അതായത് മറ്റൊരു ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓർഗനൈസേഷൻ യൂണിറ്റിനകത്ത് ഒരു പോസ്റ്റിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റോളുകൾ കൂടി അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഈ സെറ്റിംഗ്സ് അല്ലെങ്കിൽ അഡ്മിൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തൊക്കെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണാറുണ്ട്. അതേപോലത്തെ ഐക്കൺ ആണ് ഇതിന്റെ അഡ്മിൻ എന്നുള്ളതിനകത്തുള്ളത്, അല്ലെങ്കിൽ സെറ്റിംഗ്സിനകത്തുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് റോൾ മാപ്പിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിനകത്ത് സെലക്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതില് നിങ്ങൾ ഏത് ഓഫീസിലെ ലോക്കൽ അഡ്മിൻ ആണോ നിങ്ങൾക്ക് ആ ഒരു ഓഫീസ് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും റോൾ അസൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ നിങ്ങളുടെ തന്നെ ഓഫീസ് കാണുന്നതായിരിക്കും. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ഓഫീസിനകത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കാണാൻ സാധിക്കും. അതിനകത്ത് ഏത് ഉദ്യോഗസ്ഥനാണോ റോൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആ ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്തു, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വരും. ഈ പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റോൾസ് അസൈൻഡ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കണ്ണ് പോലത്തെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. എന്റെ മൗസ് ബട്ടൺ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റോൾ അസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഇങ്ങനെ റോൾ അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിനകത്ത് ഉള്ള റോളുകൾ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഏതെല്ലാം റോളുകൾ കൊടുക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. അതായത് ഒരു ക്ലർക്ക് ആണെങ്കിൽ ഏതെല്ലാം റോളുകൾ കൊടുക്കണം, ഒരു ജോയിന്റ് ആർടിഒ ആണെങ്കിൽ, ഒരു സൂപ്രണ്ട് ആണെങ്കിൽ ഏതെല്ലാം റോളുകൾ കൊടുക്കണം എന്നുള്ളത് ഇതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ റോളുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ഒരു കൺഫർമേഷൻ വിൻഡോ വരും. അതിനകത്ത് റിമാർക്സ് എന്താ വെച്ചാൽ എൻ്റർ ചെയ്തിട്ട്, ഇപ്പം
ന്യൂ ഓഫീസ് ഓർഡർ പ്രകാരമാണ് അദ്ദേഹത്തിന് പുതിയ റോളുകൾ വരുന്നത്, അല്ലെങ്കിൽ പുതുതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ആഡ് കൊടുത്താൽ അദ്ദേഹത്തിന് ആ റോൾസ് അസൈൻഡ് ആവും. ഇനി ഏതെങ്കിലും റോളുകൾ അദ്ദേഹത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് ഇത് ഏത് റോളാണ് ഒഴിവാക്കാനുള്ളത് സെലക്ട് ചെയ്ത് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോൾസ് ഒഴിവായി കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്തു, വേറൊരു ഓഫീസിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥൻ നമ്മളുടെ ഓഫീസിൽ എത്തി, അദ്ദേഹത്തിനെ ഒരു പോസ്റ്റിൽ ഇരുത്തി അദ്ദേഹത്തിന് റോളുകൾ അസൈൻ ചെയ്തു കൊടുത്തു. ഈ പോസ്റ്റ് അസൈൻമെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 to 5 minutes കഴിഞ്ഞാൽ മാത്രമേ ഈ റോൾ അസൈൻമെന്റ് റിഫ്ലക്ട് ആവുകയുള്ളൂ. കാരണം രണ്ട് സെർവർ ആയതുകൊണ്ട്, അഡ്മിൻ സെർവറും ഇ ഫയൽ സെർവറും ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇ ഫയലിനകത്തേക്ക് റിഫ്ലക്ട് ആവണമെങ്കിൽ സുമാർ ഒരു 4 മിനിറ്റോളം പിടിക്കും. അതായത് ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് റോൾ അസൈൻമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ റോൾ അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സീറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു സീറ്റിൽ A1 എന്ന സീറ്റിൽ സീത എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ട്രാൻസ്ഫർ ആയി പോയി എന്നതിന് ശേഷം അവിടേക്ക് എന്താ പറയാ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളാണ് വരുന്നതെങ്കിൽ ഈ സീത ഉപയോഗിച്ചിരുന്ന കംപ്ലീറ്റ് ഫയലുകളും ഓക്കെ. അപ്പോ ഈ സീതയുടെ ഫയല് റഹ്മാന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, സീത തന്നെ നേരിട്ട് റഹ്മാന് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്ത് പോയിട്ടാണ് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സീത എന്ന് പറയുന്ന ആ കുട്ടിയെ ആ സീറ്റിൽ നിന്ന് ഇറക്കി വിടുന്നതോടുകൂടി ആ ഫയലുകൾ മുഴുവൻ ആ സീറ്റിൽ തന്നെ ഇരിപ്പുണ്ടാവും. ആ ഫയലുകൾ എടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കേണ്ടത് ലോക്കൽ അഡ്മിൻ ആണ്. അപ്പോ ഇവിടെ ഈ കാണുന്ന എന്താണ് ഇതിനകത്തുള്ള സെറ്റിംഗ്സ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള റോൾ അസൈൻമെന്റിന് സെറ്റിംഗ്സിന്റെ കൂടെ കോണ്ടാക്ട് കൂടി ഉള്ള ചിഹ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ ഫയൽ ട്രാൻസ്ഫറിന് ഈ സെറ്റിംഗ് എന്ന് മാത്രമുള്ള ഈ ഐക്കണാണ് ഉള്ളത്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ട്രാൻസ്ഫർ എന്ന ഈ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എംപ്ലോയി ട്രാൻസ്ഫറിനുള്ള ഒരു ബട്ടൺ അല്ല, ഇത് ഫയൽ ട്രാൻസ്ഫറിനുള്ള ഒരു ബട്ടൺ ആണ്. ഈ ഫയൽ ട്രാൻസ്ഫറിൽ ഈ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഏത് ഓഫീസിൽ, നിങ്ങൾക്ക് 2 ഓഫീസുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പട്ടാമ്പി, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പട്ടാമ്പി, ഇവിടുത്തെ ഓൾഡ് ജോയിന്റ് ആർ ടി രഘു സാറായിരുന്നു. അവിടെ വന്ന ജോയിന്റ് ആർ ടി രാജു സാറായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ രഘു സാറിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ രാജു സാറിന് കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിനകത്താണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ ഈ രാജു കെ എ എന്നുള്ളത് മുകളിലും രഘു കെ ബി എന്നുള്ളത് താഴെ കൊടുക്കാൻ പറ്റില്ല. കാരണം പോയ ആള് മുകളിലും വന്ന ആള് താഴെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വന്ന ആളുടെ അടുത്ത് നിന്ന് പോയ ആൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ ഇപ്പൊ രഘു സാറ് പോയ ആളും രാജു സാറ് വന്ന ആളും ആയതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫയലുകളും റെസിപ്റ്റുകളും നമുക്ക് ഇൻഡിവിജ്വലി ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യം ഫയൽ ക്ലിക്ക് ചെയ്യുക, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്രയെല്ലാം ഫയൽസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ ട്രാൻസ്ഫർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ട്രാൻസ്ഫർ ആയ കേസാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഡോക്യുമെന്റ് അല്ലേ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഈ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ഡോക്യുമെന്റ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓഫീസ് ഓർഡർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ഈ സീത എന്നുള്ള കുട്ടി പോയിട്ട് അവിടെ റഹ്മാൻ എന്ന ആള് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സീത ആയിരുന്നു A1 എന്നുള്ള സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പുതുതായിട്ടുള്ള ഓഫീസ് ഓർഡർ പ്രകാരം അവിടെ റഹ്മാനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഓഫീസ് ഓർഡർ. അപ്പോ ഒരു ലോക്കൽ അഡ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള സ്ഥലത്തെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് അവിടുത്തെ ഓഫീസ് ഓർഡർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നുള്ളത് മാത്രമല്ല, ഇവിടെ റിമാർക്സ് ഉള്ളിടത്ത് എന്ത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ ട്രാൻസ്ഫർ ആവശ്യമായി വന്നത്. ഒരു പക്ഷേ നമ്മളുടെ ഓഫീസിനകത്ത് സെക്ഷൻ റീഅറേഞ്ച്മെന്റ് കൊണ്ടും നമുക്ക് ഇതേപോലെ ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് ഈ സീത എന്ന കുട്ടി ട്രാൻസ്ഫർ ആയിട്ടില്ല, പകരം അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള സംഗതി അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കി, അദ്ദേഹം ബസിന്റെ RTO ഫയൽസ് മാത്രമേ നോക്കുന്നുള്ളൂ എന്നാക്കി. അപ്പോൾ സീത എന്നുള്ള കുട്ടി ആദ്യം ചെയ്തിരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റും ബസിന്റെ പെർമിറ്റ് ഫയൽസ് മാത്രമാണ് നോക്കിയിരുന്നത്. അപ്പൊ പുതിയ ഒരു എംപ്ലോയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബസിന്റെ RTO ഫയൽസ് മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ, എസ്റ്റാബ്ലിഷ്മെന്റ് പുതിയ ആൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റും ഇതുപോലെ ഓഫീസ് ഓർഡർ ആയിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ റിമാർക്സ് എൻ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ ഈ ഓക്കെ എന്ന ബട്ടൺ തെളിഞ്ഞു വരുള്ളൂ. അല്ലാതെ ഒന്നുമില്ലാതെ നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് മാത്രം
ഈ ഓക്കെ ബട്ടൺ തെളിഞ്ഞു വരുന്നതല്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസിപ്റ്റുകളും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ട്രാൻസ്ഫർ എന്നുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രോസസ്സുകളും സക്സസ് ആയി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റൈറ്റ് സൈഡ് കോർണറിനകത്ത് പച്ച കളറിൽ അതിന്റെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം എഴുതി കാണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഫയൽ നമുക്ക് ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഫയൽ സെൻഡ് എന്ന് എഴുതി കാണിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് റോൾ അസൈൻ റോൾ അസൈൻഡ് എന്ന് എഴുതി കാണിക്കും. ഫയൽസ് ട്രാൻസ്ഫർ ചെയ്താണെന്ന് വെച്ചാൽ ഫയൽസ് ട്രാൻസ്ഫേർഡ്, എംപ്ലോയി ട്രാൻസ്ഫർ, എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് റൈറ്റ് സൈഡ് മുകളിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് ഏകദേശം ഒരു 2 സെക്കൻഡ് ഇങ്ങനെ പച്ച കളറിൽ എഴുതി വരും. നിങ്ങൾ ചെയ്ത പ്രോസസ്സ് ശരിയായിട്ടില്ല എങ്കിൽ റെഡ് കളറിൽ ഉള്ള ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് എഴുതി കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാം. ഇതേപോലെ ഡയറക്ട്ലി ലൈവ് സെഷനിലേക്ക് പോവുകയാണ്. ഇപ്പോ ഏകദേശം ഇതിന്റെ ഒരു രൂപമാണ് ഞാൻ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ ലൈവ് സെഷനിലുള്ള കാര്യങ്ങൾ ഓക്കെ. ഇമെയിലിന്റെ കാര്യങ്ങൾ കുറച്ച് ഇമെയിലിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഇമെയിലിൽ ഇതേപോലെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ID ലുക്കപ്പ് എന്നുള്ള സംഗതി ഉള്ളത്. അപ്പൊ ഈ ID ലുക്കപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ID ഉണ്ടോ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഈ ID ലുക്കപ്പിനകത്ത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ആള് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ യൂസർ ID ഫോർവേഡ് പാസ്വേഡ് ആയിട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചേഞ്ച് പാസ്വേഡ്, ആക്ടിവേറ്റ് ID 3 കാര്യങ്ങൾ ഇതിനകത്താണ് ചെയ്യേണ്ടത്. ഫോർവേഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഏത് ആളാണോ അയാളുടെ ഇമെയിൽ ID കൊടുക്കുക, അയാളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവസാനത്തെ 4 അക്കം കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു കുട്ടിയുടെ ഒരു മൊബൈൽ നമ്പർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്റെ ക്യാപ്ച അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് എഴുതി കാണിക്കുന്നത്? എന്റർ വാലിഡ് ഇമെയിൽ അഡ്രസ് ആൻഡ് ഓർ മൊബൈൽ നമ്പർ ഡിജിറ്റ്. ഇതൊന്നും ശരിയല്ല, ഇതിൽ ഏതോ ഒന്ന് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ശരിയല്ലാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു ചോദിച്ചാൽ ഇവരുടെ മൊബൈൽ നമ്പർ കറക്റ്റ് അല്ലാതെ കൊടുത്തത് കൊണ്ടാണ്. അപ്പോ മൊബൈൽ നമ്പർ ഓർമ്മയില്ലാത്ത ആൾക്കാരുടെ കൊടുത്തു കഴിഞ്ഞാലും ഇതേപോലത്തെയാണ് എഴുതി കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നലെ തന്ന ഇമെയിൽ ID ക്രിയേഷന്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് അതിന്റെ ഒരു PDF ഫോർമാറ്റിലുള്ള അഫിഡവിറ്റും കൂടി ഫില്ലപ്പ് ചെയ്തതിനു ശേഷം ഈ ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് അയച്ചു തന്നാൽ നേരെ NICക്ക് കൊടുത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. മൊബൈൽ SMS വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുള്ള ആൾക്കാർക്കും ഇവിടെ അതായത് ആൾക്കാരുടെ അഡ്രസ് അടിച്ചു നോക്കി ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇവരുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇമെയിലിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിനകത്ത് കവച് കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മൊബൈലില് ഓത്തന്റിക്കേഷൻ മൊബൈലില് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ഓത്തന്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമെയിലിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഇനി ഈ ഓഫീസിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ആളുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതിനകത്ത് പ്രമോദ് സാർ ഉണ്ടോ? പൊന്നാനി ജോയിന്റ് ആക്കിയോ? ഇപ്പോഴത്തെ അല്ല ഞാൻ ചോദിച്ചത് പഴയതെന്ന് പറഞ്ഞ ഹെൽത്ത് റിവ്യൂ 843 പൊന്നാനി ഉണ്ടോ? 2019 തൊട്ട് സാറിന്റെ 2021 വരെ എവിടെ നടത്തിയായിരുന്നു? ഓക്കെ, എന്തായിരുന്നാലും പാലക്കാട് സൂപ്രണ്ട് ആയിരുന്നു അദ്ദേഹം. പൊന്നാനിയിലേക്ക് ട്രാൻസ്ഫർ ആയി ജോയിന്റ് RTO ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പോ നമുക്ക് എല്ലാവർക്കും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ ട്രാൻസ്ഫർ എന്നുള്ളത് ഈ അഡ്മിൻ ക്രിയേറ്ററിനകത്താണുള്ളത്. നിങ്ങൾക്ക് 2 ID മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു ജോയിന്റ് RTOന്റെ ലോക്കൽ അഡ്മിൻ എന്നുള്ള നിലയ്ക്ക് അഡ്മിൻ ക്രിയേറ്ററും പോസ്റ്റ് അഡ്മിനും മാത്രമേ കാണുള്ളൂ. അപ്പോ ഈ അഡ്മിൻ ക്രിയേറ്റർ എന്നുള്ളതിനകത്താണ് ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോ ഈ ഇതില് ഒരു എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. പ്രമോദ് സാർ ജോയിൻ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ക്രിയേറ്റ് ന്യൂ എംപ്ലോയി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടാണ് ഏതൊരു ഉദ്യോഗസ്ഥനും ഒരു ഇമെയിൽ ID ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോ ഒരു പൊന്നാനിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പൊന്നാനി ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പൊന്നാനി ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലർക്കാണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന്റെ കീഴിൽ എന്താണ് പൊന്നാനി എന്നുള്ളത് സെലക്ട് ചെയ്യുക.
ഇതിപ്പോ പ്രമോദ് സാറിന് ട്രാൻസ്ഫറിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ക്രിയേറ്റ് ന്യൂ യൂസർ ആണ്. അതായത് ഇമെയിൽ ഐ ഡി കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പുതിയതായിട്ട് ഇ ഓഫീസ് ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതിനു മുമ്പത്തെ കൂടി ചെയ്യാം. ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് പൊന്നാനി ഓഫീസിൽ. നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് ഓഫീസ് കാണുന്നില്ല, നിങ്ങൾ സെലക്ട് ചെയ്തത് ഏത് ഓഫീസാണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏത് ഓഫീസ് ഏത് ഓർഗനൈസേഷൻ യൂണിറ്റ്. അപ്പൊ എ വേണോ ബി വേണോ സി വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ എ എന്നുള്ളതിനകത്ത് ഒരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ് ഈ ഒരു പുതിയ എംപ്ലോയിനെ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് സർവീസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. നമ്മളെല്ലാവരും ഓൾ ഇന്ത്യ സർവീസിന്റെ ആൾക്കാരല്ലാത്തത് കൊണ്ട് നോ സർവീസ് എന്നാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. സർവീസ് കേഡർ ഏത് നോട്ട് അപ്ലിക്കബിൾ ആണ്. ഗവൺമെന്റ് നമ്മുടെ സർക്കാരിൽ എന്നാണ് ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എൻ്റർ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണ്, ഡയറക്റ്റ് ആണോ ട്രാൻസ്ഫർ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ലോഗിൻ ഐ ഡി ടൈപ്പ് ഏത് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NICയുടെ GOB ലാബ് ഐ ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ അല്ല, സെൻട്രൽ ഐ ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ലോഗിൻ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐ ഡി ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സംശയം വേണ്ട. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണ് എന്നുള്ളത് ഇതാണ് ഇദ്ദേഹത്തിന്റെ എന്ത് ഇമെയിൽ ഐ ഡി. ഈ ഇമെയിൽ ഐ ഡി അതേപോലെയല്ല അതിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ -KER ആയിട്ടാണ് ഇവരുടെ ലോഗിൻ ഐ ഡി കൊടുക്കേണ്ടത്. ഇതേ ലോഗിൻ ഐ ഡി തന്നെ കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്ത ഐ ഡി ഇവിടെ കൊടുക്കാം. എന്നതിന് ശേഷം യൂസർ ടൈപ്പ് അത് ഇ ഓഫീസ് യൂസർ ഓൾ മോഡ്യൂൾ എന്നുള്ളത് ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. യൂസർ നെയിം എന്നുള്ളിടത്തും ഇതേപോലെ തന്നെ എന്താണ് യൂസർ നെയിം കൊടുക്കേണ്ടത്, ഇത് തന്നെയാണ് നമ്മൾ യൂസർ നെയിം കൊടുക്കേണ്ടത്. അല്ല, യൂസറുടെ പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യൂസറുടെ പേര് SARAN ശരണ്യ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 93 വണ്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കാം. എംപ്ലോയി സ്റ്റാറ്റസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് എംപ്ലോയി ഇൻ സർവീസ് എന്നുള്ളത് ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ളത് കൊടുക്കാം. എന്നതിന് ശേഷം മൊബൈൽ നമ്പർ എന്നതിന് ശേഷം ഇതിന് അപ്പലേഷൻ ഏതാണ്, നമുക്ക് മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പേര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഡെസിഗ്നേഷൻ എന്താണ്, ക്ലർക്ക്, അപ്പോയിന്റ്മെന്റ് ടൈപ്പ് പെർമനന്റ് ആണ്, ഡെസിഗ്നേഷൻ ലെവൽ, ഇതിനകത്ത് ഡെസിഗ്നേഷൻ ക്ലാസിഫിക്കേഷൻ, എൻട്രി, ഇത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടർ പ്രൊബേഷൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആണോ നോ ആണോ, ക്രിയേറ്റ് യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഐ ഡി ക്രിയേറ്റ് ആയി വരുന്നതാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഇവിടെ ഇതിന്റെ മുകളിൽ എഴുതി കാണിക്കും നിങ്ങൾ ഇത് എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് എൻ്റർ ചെയ്യേണ്ടതാണ് എന്ന് എഴുതി കാണിക്കും. അപ്പൊ ആ ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് യൂസർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസറെ ക്രിയേറ്റ് ആയി എന്ന് മനസ്സിലാക്കണം. അവരുടെ ഇമെയിൽ ഐ ഡി, ഈ ഒരു ഇമെയിൽ ഐ ഡി അവർക്ക് വന്ന് അവർക്ക് ഈ ഓഫീസിൽ അല്ല ഇമെയിലില് ലോഗിൻ ചെയ്യാൻ സാധിച്ച് ഇമെയിൽ എടുക്കാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമേ ഈ ഓഫീസിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയി പാസ്വേഡ് വന്നതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ ഓഫീസ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് കയറി വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണോ അല്ലയോ? പറയാലോ സാറേ. അതെയോ? ഓക്കെ ഓക്കെ, എന്നാ ഒന്നുകൂടി പതുക്കെ ഒന്നുകൂടി ടെമ്പോ കുറയ്ക്കാം. നമ്മളുടെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓഫീസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫയൽ തുറന്ന വർക്കുകൾ ചെയ്യാറുള്ളത്. ഇതില് എംപ്ലോയി ക്രിയേഷൻ എന്നുള്ളത് സർവീസസ് എന്നുള്ളതിനകത്ത് പിംസ് എന്ന ഈ മെനുവിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പിംസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം പേഴ്സണൽ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത്
നെക്സ്റ്റ് വിൻഡോ തുറന്നു വരുന്നതാണ്. ഈ നെക്സ്റ്റ് വിൻഡോ തുറന്നു വരുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ലോക്കൽ അഡ്മിൻ പവർ ഉള്ള ഒരു ജോയിന്റ് ആർടിഒന് ഈ പോസ്റ്റ് അഡ്മിൻ എന്ന ഈ പോസ്റ്റും അഡ്മിൻ ക്രിയേറ്റർ എന്ന 2 പോസ്റ്റുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ അഡ്മിൻ ക്രിയേറ്റർ എന്നുള്ളതിനകത്താണ് ഒരു എംപ്ലോയിയുടെ യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും സെർച്ച് ചെയ്യുന്നതും എല്ലാം ഏതിനകത്താണ് ഞാൻ പറഞ്ഞത്? അഡ്മിൻ ക്രിയേറ്റർ എന്ന ഈ ആദ്യത്തെ മെനുവിനകത്താണ്. ഇതിനകത്ത് ഒരു എംപ്ലോയിനെ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാം. ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ എംപ്ലോയി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ന്യൂ എംപ്ലോയി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു വിൻഡോ തുറന്നു വരുന്നതാണ്. നിങ്ങൾ എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് പ്രകാരമുള്ള വിൻഡോ ആണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്? ക്രിയേറ്റ് ന്യൂ യൂസർ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ന്യൂ, അതായത് നമ്മൾ പുതിയ ഒരാളെ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോ ഇവിടെ ഒരാളെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തുണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായിട്ടും ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇയാളെ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പൊന്നാനി ഓഫീസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പൊന്നാനി ഓഫീസിലെ ലോക്കൽ അഡ്മിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈമറി ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഒരൊറ്റെണ്ണേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റാപ്പർ ഓർഗനൈസേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റെണ്ണമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്റ്റേറ്റ് അഡ്മിന്റെ പവർ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഓഫീസുകളും കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അതാത് ഓഫീസിന്റെ റാപ്പർ ഓർഗനൈസേഷൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഓർഗനൈസേഷൻ യൂണിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിനകത്തുള്ള എല്ലാ യൂണിറ്റുകളും കാണാൻ സാധിക്കും. അവരെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ എന്നുള്ള സെക്ഷൻ, എ എന്നുള്ള ഓർഗനൈസേഷൻ യൂണിറ്റിൽ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ A54 എന്ന് സെലക്ട് ചെയ്യുന്നു. അവർക്ക് സർവീസ് എന്നുള്ളത് കൊടുക്കണം. അപ്പൊ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ വാഹന വകുപ്പിലെ ഏതൊരാളെയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോ സർവീസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റുള്ളതെല്ലാം വിട്ടേക്കാം. നമുക്ക് നോ സർവീസ് എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓൾ ഇന്ത്യ സർവീസ്, ആയുഷ് സർവീസ് തുടങ്ങിയിട്ടുള്ള കുറെ സർവീസുകളാണ് അതിനകത്ത് ഉണ്ടാവുക. നോ സർവീസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. എന്നതിന് ശേഷം ഈ സർവീസ് കേഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ഡൗട്ട് വരാനില്ല. ഇനി ഡൗട്ട് വരാനുള്ള കാര്യം ഈ ലോഗിൻ ഡീറ്റെയിൽസ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഡൗട്ട് വരാനുള്ളത്. ഇവിടെ ലോഗിൻ ടൈപ്പ് എന്നുള്ളിടത്ത് നടുവിലുള്ള NIC ലാബ് ID എന്ന സെന്ററിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ ബട്ടണോ ടെമ്പററി അല്ല, അതർ ഓക്കെ. അപ്പൊ സെന്ററിലെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഗിൻ ID കൊടുക്കണം. ലോഗിൻ ID എന്ന് വെച്ചാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ അവരുടെ ഇമെയിൽ ID, ആ ഇമെയിൽ IDയുടെ പേര് ഡോട്ട് പെൻ നമ്പർ -KER എന്നാണ് അവരുടെ ഈ ഓഫീസ് ലോഗിൻ ID കൊടുക്കേണ്ടത്. ഇതേ ലോഗിൻ ID തന്നെ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. യൂസർ ടൈപ്പ് എന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് കിടക്കും. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വർക്ക് ചെയ്യുമ്പോൾ ഈ ഓഫീസിനകത്ത് എന്ത് പേരാണോ കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോ ഈ കുട്ടിയുടെ പേര് ശരണ്യ SR എന്നാണെങ്കിൽ ശരണ്യ SR. ഇവിടെ ഒഫീഷ്യൽ ഇമെയിൽ ID എന്താണ് ഒഫീഷ്യൽ ഇമെയിൽ ID എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് kerala.gov.in ആണ്. ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. എംപ്ലോയി സ്റ്റാറ്റസ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ഓൺ സർവീസ് ആണ്. ബാക്കി ഇവിടെ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും, അതായത് ഡെസിഗ്നേഷൻ എന്താണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബാക്കി ഇതിലൊന്നും സംശയിക്കാനില്ല. നിങ്ങൾക്ക് ആകെ സംശയം വരുന്നത് ഈ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് എന്ന ഈ വിൻഡോയ്ക്കകത്ത് മാത്രമാണ് വരുന്നത്. എന്നതിന് ശേഷം ക്രിയേറ്റ് യൂസർ എന്ന ഈ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പച്ച കളറിൽ ഇവിടെ എഴുതി വരും. ഇവിടെ ഒരു 2 സെക്കൻഡ് തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. നിങ്ങൾ എത്ര നേരം ഇരുന്നാലും ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് വരേക്കും യൂസർ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതി വരികയും ചെയ്യും. ഇപ്പോ ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി പറയണോ? മനസ്സിലായി. ഇനി നമുക്ക്
ഈ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഉദ്യോഗസ്ഥനെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇരുത്തേണ്ടതുണ്ട്. അപ്പൊ അതെവിടെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് അഡ്മിൻ ക്രിയേറ്റർ. ഇതിപ്പോ നമ്മളുടെ ഇതിനകത്തപ്പോഴേ ഈ ക്രിയേറ്റ് യൂസറിന്റെ കേൾക്കുന്നില്ല. ഹലോ ഹലോ പറഞ്ഞോളൂ സാറേ. സാറ് വീഡിയോ ഒന്ന് ഓഫ് ആക്കിക്കോളൂ സാർ, എന്നാ ഒന്നും കൂടി ബാൻഡ് വിഡ്ത്ത് കിട്ടും. വേണ്ട, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ആരാ ചോദിച്ചത്? ശരത്താണ്. ആ പറഞ്ഞോളൂ സാർ. ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ സാർ. വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എവിടെയാണ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളെ ഈ ഓഫീസിന്റെ സാർ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് സാർ ഇപ്പൊ പറഞ്ഞത്. നമ്മളുടെ ഈ സിസ്റ്റത്തിനകത്തെ ഇതിനകത്ത് കയറിയിട്ടേ ഈ ഓഫീസിൽ കയറിയിട്ട് കയറി നോക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന യൂസറിന്റെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. ഈ ക്രിയേറ്റ് യൂസറിന്റെ വിൻഡോ ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്നതാണല്ലോ. സാറ് ഈ ഫയലിന്റെ നേരെ താഴെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിത് ഒരുപാട് ലേറ്റ് ആവേ ഉള്ളൂ. അപ്പൊ സാറ് ഈ കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നോട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഇൻഡിവിജ്വലി വിളിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. സാറിന്റെ ഐഡിയിൽ ഇത് കാണുന്നില്ല എങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരും എന്റെ ഈ വിൻഡോ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സാറിന്റെ വിൻഡോ ഇതിന്റെ ഒപ്പം നമുക്ക് നോക്കിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് കോൺഹാൻസ് ട്രെയിനിങ് വേണമെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ സാറ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ സാർ. അപ്പോ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അയാളെ നമ്മളിപ്പോ പൊന്നാനി ഓഫീസിലുള്ള ശരണ്യ എന്ന് പറയുന്ന ഒരു പൊന്നാനി ഓഫീസിൽ ശരണ്യ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് നമ്മളൊരു ഓർഗനൈസേഷൻ യൂണിറ്റ് കൊടുത്തുവെങ്കിലും അവരെ നമ്മളൊരു പോസ്റ്റിൽ ഇരുത്തി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മള് അവരെ ഒരു പോസ്റ്റിൽ ഇരുത്തേണ്ടതുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ അഡ്മിനകത്ത് ഈ അഡ്മിൻ ക്രിയേറ്ററിന്റെ നേരെ താഴെ പോസ്റ്റ് അഡ്മിൻ എന്ന് പറഞ്ഞ ഒരു പവർ കൂടി എല്ലാ ലോക്കൽ അഡ്മിൻസിനും ഉണ്ടാവും. അത് ഈ പോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് പോസ്റ്റ് എക്കലോൺ എന്ന് പറഞ്ഞ ഒരു സംഗതി തുറന്നു വരും. ഈ പോസ്റ്റ് എക്കലോണിനകത്ത് പോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഈ പോസ്റ്റ് സ്ട്രക്ചർ മാത്രമേയാണ് ഒരു ലോക്കൽ അഡ്മിൻ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡാറ്റാബേസ് ആകെ ക്രാഷ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ് സ്ട്രക്ചർ ക്ലിക്ക് ചെയ്യാം. എന്നതിന് ശേഷം നമ്മുടെ ആവശ്യം ഒരു ആളെ ഒരു പോസ്റ്റിൽ ഇരുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോ ഇതേപോലെ പ്രൈമറി ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നതിന് ശേഷം ഓർഗനൈസേഷൻ യൂണിറ്റ് സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്താൽ അവിടെ ഉള്ള ആ എ എന്ന സെക്ഷനിലുള്ള എല്ലാ പോസ്റ്റുകളും. അപ്പോ ആ പോസ്റ്റിലേക്ക് ഒരാളെ ഇരുത്തണമെങ്കിൽ ഇപ്പൊ നിലവിൽ അവിടെ ഒരാൾ ഉണ്ടെങ്കിൽ ആ നിലവിലുള്ള ആളെ അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഞാനിപ്പോ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരാളെ ഒരു സീറ്റിൽ ഇരുത്തുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു 15 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം. അതിന്റെ മുമ്പേ ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ട്രാൻസ്ഫർ ചെയ്ത് ആ ഉദ്യോഗസ്ഥനെ ഒരു സീറ്റിൽ ഇരുത്തുന്നത് കണ്ടാൽ എല്ലാവർക്കും വളരെ കൃത്യമാവും എന്നുള്ളത് കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് ഒന്ന് ആദ്യം പഠിക്കാം. അപ്പോ ഇപ്പൊ അഡ്മിൻ ക്രിയേറ്റർ ട്രാൻസ്ഫർ എന്നുള്ളത് പറഞ്ഞു. ഈ ഡയറക്റ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ. ഒരു ബ്രൗൺ കളറിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ വന്നു. ആ, അപ്പൊ നമ്മൾ അതെടുക്കും. ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ക്യാൻസലേഷൻ പെർമിറ്റ് ആദ്യം അപ്പൊ കിടക്കും. ഞാനിപ്പോ ആ. പാലക്കാട് ഓഫീസിലെ ആപ്പിയോ പ്രമോദ് തോന്നി എന്ന് ഓർഡർ പറയുന്ന നമ്പർ senior നമ്മുടെ ഇതിലേക്ക് superintendent വരണം. ഉണ്ടായിരുന്നു. 1/2021 പൊന്നാനി ഓഫീസിലെ 1/2021 ജോയിന്റ് ആർടിഒ ആയിട്ട് ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ വിഭാഗത്തിന്റെ അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് എന്തിനാ ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് എന്താണ് പിക്കാനാണോ? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് ആര് ട്രാൻസ്ഫർ ചെയ്യണം ചോദിച്ചാൽ നിലവിൽ പാലക്കാട് ഫയൽ ജോയിന്റ് കാണിച്ച്. ആർടിഒ ആണ് ഇദ്ദേഹത്തിനെ പൊന്നാനിയിലേക്ക് പുഷ് ചെയ്ത് വിടേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പ്രമോദ് TV, അദ്ദേഹം സീനിയർ സൂപ്രണ്ട് ആണ്. അദ്ദേഹത്തിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇനീഷ്യേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനീഷ്യേറ്റ് ട്രാൻസ്ഫർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് ബോക്സ് വന്നു. എന്താണ് മെസ്സേജ് ബോക്സ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ പ്രൈമറി പോസ്റ്റ് ട്രാൻസ്ഫർ ഫസ്റ്റ് റിലീവ് എംപ്ലോയി ഫ്രം ദി സെലക്ടഡ് പ്രൈമറി പോസ്റ്റ്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിൽ ഏതെങ്കിലും പോസ്റ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സീറ്റിൽ നിന്ന് നേരെ എഴുന്നേൽപ്പിച്ച് ജനലിന്റെ അവിടെ വാതിലിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തി വാതിലിന്റെ അവിടുന്ന് മാത്രമേയാണ് അദ്ദേഹത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഉദ്യോഗസ്ഥനെ സീറ്റിൽ നിന്നും എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ഏതൊരു ഉദ്യോഗസ്ഥനെയും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ ഏതെങ്കിലും സീറ്റിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനെ ആ ഓഫീസിൽ നിന്നും അടുത്ത ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ എഴുതിയത് എന്താണ് കാണിക്കുന്നത്? ഇദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ സീറ്റിൽ നിന്നും അദ്ദേഹത്തിനെ ഇറക്കി വിട്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ ഇദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ആ സീറ്റിനകത്ത് നമുക്ക് കാണാം ഇദ്ദേഹം ഈ പ്രമോദ് എന്ന് പറയുന്ന ആള് അവിടെ സീനിയർ സൂപ്രണ്ട് ആയിട്ട് ഉണ്ട്. എവിടെ മോട്ടോർ എന്താണ് സീനിയർ സൂപ്രണ്ട്. 2 സീറ്റുകളിൽ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ നിന്നും റിലീവ് ചെയ്താൽ മാത്രമേയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, റിലീവ് എംപ്ലോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ സീറ്റിൽ നിന്നും റിലീവ് ചെയ്യേണ്ടത്. അപ്പോ ഒരു ലോക്കൽ അഡ്മിൻ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് പോസ്റ്റിൽ നിന്നും റിലീവ് ചെയ്യണം, 2 ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. നമ്മൾ ഇവിടെ പോസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത് എടുക്കുന്നു. പോസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത് എടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീസ് സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ട് ഓഫീസ് പാലക്കാട് എടുത്തു. ഇതിന് ഇദ്ദേഹത്തിന് ഈ ടൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ടൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ഇതിനകത്ത് നിയമപ്രകാരം അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഓർഡർ സെലക്ട് ചെയ്ത് ഓർഡർ അടിച്ച് ഡേറ്റും കൊടുത്തതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തിനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൽ എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫീസ് കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ഇതേപോലെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? രഘുസാറിന്റെ മൈക്കാണ് ഓണായി കിടക്കുന്നത്. ഒറ്റപ്പാലം ജോയിന്റ് ആർടിഒ. അപ്പൊ ഒരാള് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പ്രമോദ് സാറിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഉള്ളത്. നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്യുന്നു. ഓർഡർ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഡർ നമ്പർ നമുക്ക് ഇതിനകത്ത് എന്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഹലോ രഘു സാർ ഒന്ന് മൈക്ക് ചെയ്യാമോ സാർ? ഒന്ന് രഘു സാറിനെ പേഴ്സണലി വിളിച്ച് പറയാമോ? ഇതിനകത്ത് ഓർഡർ നമ്പർ പേസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം
ഇദ്ദേഹത്തിനെ റിലീവ് ചെയ്ത് വിട്ടാല് ഇദ്ദേഹം അതോടുകൂടി എംപ്ലോയി റിലീവ്ഡ് സക്സസ്ഫുള്ളി ഫ്രം ദാറ്റ് പോസ്റ്റ്. എന്നതിന് ശേഷം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പൊ അവിടുന്ന് ആ പോസ്റ്റിൽ നിന്നും കൂടി ഇറക്കിയാൽ മാത്രമേ അദ്ദേഹം പാലക്കാട് ഓഫീസിലെ എല്ലാ പോസ്റ്റുകളിൽ നിന്നും ഒഴിവാകുന്നുള്ളൂ. എന്നതിന് ശേഷം വേണം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അദ്ദേഹം ഒരു സീറ്റിൽ കൂടി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ വീണ്ടും നമ്മൾ ടൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ടൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നു. ഇതോടുകൂടി അദ്ദേഹം എല്ലാ സീറ്റുകളിൽ നിന്നും റിലീവ് ആയി കഴിഞ്ഞു. ഇനി ഇദ്ദേഹം എല്ലാ സീറ്റുകളിൽ നിന്നും റിലീവ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിനെ ഈ ഓഫീസിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ് ട്രാൻസ്ഫർ എടുക്കുന്നു. ഡയറക്റ്റ് ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഏത് ഓഫീസിലേക്കാണ് പോകേണ്ടത് ആ ഓഫീസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടാവുന്നതാണ്. അപ്പൊ ഏതൊരു ഉദ്യോഗസ്ഥനും ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റാപ്പർ ഓർഗനൈസേഷൻ എടുത്തു. എന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്തു. സെർച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ്, ഏത് ഓഫീസിലാണ് നിലവിലുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ആക്ഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ഷനിൽ ഇവിടെ വെക്കുമ്പോൾ തന്നെ കാണാം ഇനീഷ്യേറ്റ് ട്രാൻസ്ഫർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇനീഷ്യേറ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഓഫീസിലേക്കാണ് പോകേണ്ടത്. ഇപ്പൊ പ്രമോദ് TV സീനിയർ സൂപ്രണ്ട് ആണ്. അദ്ദേഹത്തിന് നമുക്ക് എംപ്ലോയി കോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങോട്ട് പോകണം, പൊന്നാനിക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഏത് ഓഫീസുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് കേരളത്തിലുള്ള ഏത് ഒരു ലോക്കൽ അഡ്മിന് ട്രാൻസ്ഫർ ചെയ്ത് വിടാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ പൊന്നാനി ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ സെക്ഷൻസ് ഉണ്ട്, കുറെ ഓർഗനൈസേഷൻ യൂണിറ്റുകൾ ഉണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ഓഫീസ് ഓഫ് ജോയിന്റ് RTO എന്ന പോസ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോ നമ്മളൊരു ക്ലർക്കിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുമ്പോൾ വടകര ഓഫീസിലേക്ക് ഒരു ക്ലർക്ക് പോകുന്നു, തലശ്ശേരി ഓഫീസിലേക്ക് പോകുന്നു. അവരുടെ ഏത് സെക്ഷനാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതൊന്നും പാലക്കാട് ഓഫീസിലെയോ കോഴിക്കോട് ഓഫീസിലെയോ ആൾക്കാർ അറിയേണ്ടതില്ല. അവർ നേരെ ജോയിന്റ് RTO കൺസേൺഡ് ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ കൺസേൺഡ് RTO അല്ല ലോക്കൽ അഡ്മിന് ഈ ഒരു ഓർഗനൈസേഷൻ യൂണിറ്റ് മാറ്റുന്നതിനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ ഞാൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എഴുതിയിട്ടുണ്ട്, എംപ്ലോയി ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് പ്രമോദ് സാർ ഇപ്പോ എവിടെ എത്തി ചോദിച്ചാൽ നിലവിൽ അദ്ദേഹം പൊന്നാനി ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എംപ്ലോയി എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടതില്ല. മെയിൻ വിൻഡോ എടുത്തതിന് ശേഷം ഈ ഡയറക്ട്ലി ക്ലിക്ക് ചെയ്യാം. ഡയറക്ട്ലി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ എംപ്ലോയി ഐഡിയോ ഇമെയിൽ ഐഡിയോ കോണ്ടാക്ട് നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നതാണ്. ഇപ്പൊ പ്രമോദ് എന്നുള്ളത് PROMO അടിച്ച് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും പ്രമോദ് TV സീനിയർ സൂപ്രണ്ട് പാലക്കാട് എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു ആഫ്റ്റർ 5 minutes നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം നേരെ പൊന്നാനി ഓഫീസിൽ എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ 5 minute ആവാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴും പാലക്കാട് ഓഫീസിൽ കിടക്കുന്നത്. പക്ഷെ 5 minute കഴിഞ്ഞാൽ ഇദ്ദേഹം പൊന്നാനി ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൊന്നാനി ഓഫീസിലെ സൂപ്രണ്ടായിട്ട് സൂപ്രണ്ട് അവിടുത്തെ ജോയിന്റ് RTO ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഞാൻ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് മെനുവിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പോസ്റ്റ് അഡ്മിൻ എന്ന മെനുവിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ് അഡ്മിൻ എന്ന മെനു എടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ അവിടുത്തെ ജോയിന്റ് RTOന്റെ സീറ്റിൽ ഇരുത്താവുന്നതാണ്. പോസ്റ്റ് അഡ്മിനകത്ത് പോസ്റ്റ് എക്കണോട് എടുത്തു, പോസ്റ്റ് സ്ട്രക്ചർ എടുത്തു. പോസ്റ്റ് സ്ട്രക്ചർ എടുത്തതിന് ശേഷം ഇതിപ്പോ ചെയ്യുന്നത് പൊന്നാനി ജോയിന്റ് RTOന്റെ ഐഡിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ജോയിന്റ് RTOന്റെ ID ആയതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റേറ്റ് അഡ്മിൻ പവറിൽ ചെയ്യുന്നത്. അവിടെ ഒരു ക്ലർക്ക് ആണെങ്കിൽ ഈ വർക്കുകളെല്ലാം ചെയ്യേണ്ടത് കൺസേൺഡ് ലോക്കൽ അഡ്മിൻ ആയിട്ടുള്ള അവിടുത്തെ ജോയിന്റ് RTO ആണ് ചെയ്യേണ്ടത്. പൊന്നാനി സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം സെർച്ച് കൊടുക്കുമ്പോൾ പൊന്നാനി ഓഫീസിലെ എല്ലാ സീറ്റുകളും തെളിഞ്ഞു കാണുന്നതാണ്. പൊന്നാനി ഓഫീസിലെ എല്ലാ സീറ്റുകളും തെളിഞ്ഞു കാണുമ്പോൾ ഇവിടെ ഇപ്പോ ജോയിന്റ് RTO എന്ന ഈ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിനെ ഈ സീറ്റിൽ ഇരുത്തണം. അതിന്റെ പ്രോസസ്സാണ് കാണിക്കുന്നത്. നേരെ ടൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ജോയിന്റ് RTOന്റെ ബട്ടൺ തെളിഞ്ഞു വരും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് റിലീവ് എംപ്ലോയി ആയിരുന്നു. ഇപ്പൊ കാണുന്നത്
അസൈൻ എംപ്ലോയി എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അസൈൻ എംപ്ലോയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ EROM. ഓക്കെ, അതോടുകൂടി പ്രമോദ് സാർ ഇവിടെ എത്തി. അദ്ദേഹത്തിനെ ഇനി പൊന്നാനി ഓഫീസിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോസ്റ്റിംഗ് പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടി കാണിക്കേണ്ടതുണ്ടോ? ഒന്നുകൂടെ കാണിക്കണം. ഓക്കെ, ഞാൻ ഇത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ഇവിടെ അതിനകത്ത് റെഗുലർ അടിക്കുന്നു. പ്രൈമറി പോസ്റ്റ് ആണ്. അദ്ദേഹം ഈ ഓർഗനൈസേഷൻ യൂണിറ്റിന്റെ ഹെഡ് ആണ്. അദ്ദേഹത്തിന്റെ അബ്രിവിയേഷൻ എന്താണ്? KL54-JRTO. ഈ ഒരു പോസ്റ്റിലാണ് അദ്ദേഹം അവിടെ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർഡർ നമ്പർ എന്തായിരുന്നു ചോദിച്ചാൽ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത അതേ ഓർഡർ നമ്പർ ആണ്. ഏത് ഡേറ്റിനാണ് ആ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അത് 9-ാം തീയതിയാണ്. അത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഈ ഒരു ഇത് കിട്ടും. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ RTO ട്രാൻസ്ഫർ 2024 ഓഗസ്റ്റ് എന്നുള്ളതിനെ ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ JSRന്റെ ഒക്കെ ട്രാൻസ്ഫർ ഇറങ്ങിയത് കൊണ്ട് ഇതേപോലെ നമുക്ക് എന്താ പറയാ, സ്പേസ് ഇല്ലാതെ തന്നെ നമ്മൾ ആ ഫയലിന്റെ പേര് കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് അസൈൻ കൊടുക്കുന്നതോട് കൂടി പ്രമോദ് സാറ് പൊന്നാനി ജോയിന്റ് RTOന്റെ സീറ്റിൽ ഇരുന്ന പോലെ ആവുന്നതാണ്. അതായത് ഒരു എംപ്ലോയി ആണെങ്കിൽ പോലും ആ എംപ്ലോയിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ അസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി എങ്ങനെയാണ് പോസ്റ്റ് അസൈൻമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മുടെ അഡ്മിനകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക: അഡ്മിൻ, ക്രിയേറ്റർ ആൻഡ് പോസ്റ്റ് അഡ്മിൻ. ഈ പോസ്റ്റ് അഡ്മിനകത്ത് പോസ്റ്റ് എക്ലോൺ നമുക്ക് കാണാം. അതിനകത്ത് പോസ്റ്റ് സ്ട്രക്ചർ എടുത്തതിന് ശേഷം പ്രൈമറി ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ്. ഇവിടെ നിങ്ങൾ പൊന്നാനിയിലത്തെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പൊന്നാനി മാത്രമേ അവിടുത്തെ ഉദ്യോഗസ്ഥന് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ട എംപ്ലോയിനെ സെലക്ട് ചെയ്താൽ കിട്ടില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ പോസ്റ്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ എല്ലാ പോസ്റ്റുകളും കാണാൻ സാധിക്കും. ഈ എല്ലാ പോസ്റ്റുകളിലും ഇദ്ദേഹത്തിന് ഇരുത്തേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ JRTO എന്ന സീറ്റിലാണ് ഇദ്ദേഹത്തിനെ ഇരുത്തേണ്ടത്. അത് നമുക്ക് അദ്ദേഹത്തിനെ അവിടെ ടൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ടൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് വന്നു, ഇതിന് അടുത്ത വിൻഡോ വന്നു. ഇത് കഴിഞ്ഞാൽ അതിന്റെ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ മെനുസ് എല്ലാം എഴുതി കാണിക്കും. അതിനകത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അസൈൻ എംപ്ലോയി ആണ്. ഈ അസൈൻ എംപ്ലോയി ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിൻഡോ തുറന്നു വരും. ഏത് എംപ്ലോയിനെയാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ചുമ്മാ സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ അവിടെ അസൈൻ ചെയ്യാവുന്ന എല്ലാ എംപ്ലോയീസിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ അസൈൻ ചെയ്യേണ്ടത് പ്രമോദ് TVനെയാണ് അസൈൻ ചെയ്യേണ്ടത്. അപ്പോ കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റില് റെഗുലർ ആയി അവിടുത്തെ ഓർഗനൈസേഷൻ ഹെഡും അവിടുത്തെ ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ പ്രൈമറി ആണ്. അദ്ദേഹം KL54-JRTO എന്ന വരാനുണ്ടായ കാരണം ഈ ഓർഡർ നമ്പർ ആണ്. അതിന്റെ ഡേറ്റ് ഈ ഒരു ഡേറ്റ് ആണ്, 9/8/2024 ആണ്. ആ ഒരു ഫയല് സെലക്ട് ചെയ്യുന്നു. ഫയല് സെലക്ട് ചെയ്തതിന് ശേഷം ഈ അസൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അദ്ദേഹം പൊന്നാനി ജോയിന്റ് RTO ആയിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ എന്താണ്, എംപ്ലോയി അസൈൻഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. അതോടുകൂടി ഇദ്ദേഹം പൊന്നാനി ജോയിന്റ് RTO ആയി. ഇവിടെ ഈ ഒരു ഇപ്പൊ നമ്മൾ കണ്ടു, ഇവിടെ മിസ്റ്റർ പ്രമോദ് TV പറഞ്ഞിട്ടുള്ളത് കണ്ടു. എംപ്ലോയി ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രമോദ് TV സീനിയർ സൂപ്രണ്ട് ആണ് ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ. ആ ഡെസിഗ്നേഷൻ മാറ്റേണ്ടതുണ്ട്, കാരണം അദ്ദേഹം ഓൺ പ്രൊമോഷനിൽ പൊന്നാനിയിലേക്ക് വന്നതാണ്. അപ്പോ എങ്ങനെയാണ് HA ആവാം, HA സൂപ്രണ്ട്, ജോയിന്റ് RTO അല്ലെങ്കിൽ MBA ജോയിന്റ് RTO DTC ഒക്കെ ആവാം. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥന്റെ മാറ്റേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമോദ് സാറിനെ പാലക്കാട് ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് റിലീവ് ചെയ്തു. എന്നതിന് ശേഷം പാലക്കാടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. എന്നതിന് ശേഷം പൊന്നാനിയിൽ പോസ്റ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ധാരണ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചു നോക്കി നടന്നിട്ടില്ല എങ്കിൽ ഇതേ ക്ലാസ് തന്നെ നമുക്ക് ഇനി നാളെ ഒഴിവില്ല, നാളെ
മിനിസ്റ്റർ സാറിന്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതേ സമയത്ത് വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ഏതായാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ഇപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രമോദ് സാറിന്റെ ഇപ്പോഴത്തെ ID സീനിയർ സൂപ്രണ്ടാണ്. അദ്ദേഹത്തിനെ നമുക്ക് ജോയിന്റ് RTO ആക്കി മാറ്റണം. അത് എങ്ങനെ മാറ്റണം എന്നുള്ളത് പറയാം. മാത്രമല്ല പ്രമോദ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സാറേ, സാറിന്റെ പേര് PRO MOD ആണോ അതോ PRA ആണോ? A ആണ് കറക്റ്റ്. A ആണ് കറക്റ്റ്. അപ്പൊ അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമോദ് TV ആക്കണം, അതേപോലെ തന്നെ ജോയിന്റ് RTO ആക്കണം. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാര്യങ്ങളൊന്നും പോസ്റ്റ് എന്ന സംഗതിയിൽ നമുക്ക് ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അഡ്മിൻ ക്രിയേറ്ററിനകത്ത് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഡ്മിൻ ക്രിയേറ്റർ എടുക്കാം. അപ്പൊ ഇതിനകത്ത് എടുക്കുക, പോസ്റ്റ് അഡ്മിൻ എടുക്കുക, അഡ്മിൻ ക്രിയേറ്റർ എടുക്കുക. അഡ്മിൻ ക്രിയേറ്ററിനകത്ത് മാത്രമേ നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽസ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആദ്യം അദ്ദേഹത്തിന്റെ പേരും മറ്റു ഡീറ്റെയിൽസും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അഡ്വാൻസ്ഡ് എംപ്ലോയി പാരാമീറ്റേഴ്സ് എടുത്തതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് എടുത്തു എന്നതിന് ശേഷം PO NN എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ പെൻ നമ്പർ കൊടുത്താൽ മതി. പെൻ നമ്പർ ഒന്ന് പറയാമോ സാറേ? 135 കിട്ടിയോ? 392. അപ്പൊ ഈ നമ്മൾ വെറുതെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് സെലക്ട് ചെയ്ത് എംപ്ലോയി കോഡ് എടുത്ത് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് ഇദ്ദേഹത്തിനെ തന്നെ കിട്ടും. അപ്പൊ ഈ പ്രമോദ് TV എന്നുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യം, ഇവിടെ വ്യൂ യൂസർ ഡീറ്റെയിൽസ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ മെനുവിൽ എഴുതിയിട്ടുണ്ട്. വ്യൂ യൂസർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പ്രമോദ് TV എന്നുള്ളത് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ പേഴ്സണൽ ഇൻഫോ എന്ന ഒരു വിൻഡോയിലേക്ക് വരും. ഈ പേഴ്സണൽ ഇൻഫോയിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എംപ്ലോയി ഇൻഫോർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ അവിടെ സാധിക്കും. അപ്പൊ ഇവിടെ PRO എന്നുള്ളത് PRA എന്നാക്കി കഴിഞ്ഞാൽ പ്രമോദ് TV. ഇതല്ലേ ശരി സാറേ? അതെ. അപ്പൊ ഈ പ്രമോദ് TV എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ചില പാരാമീറ്റേഴ്സ് ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ വിൻഡോ നമുക്ക് എഴുതി കാണിക്കും. ഇപ്പൊ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ മുകളിൽ എഴുതി കാണിക്കും ലോഡിംഗ് ഫാദേഴ്സ് നെയിം ഈസ് റിക്വയർഡ് എന്ന് പറയുന്നു. അപ്പൊ അച്ഛന്റെ പേരൊന്ന് പറയാമോ സാർ? കൃഷ്ണവാര്യർ. സ്പെല്ലിംഗ് ശരിയാണോ സാർ? അത് മതി. ARISHNA കൃഷ്ണൻ. വാര്യർ കൃഷ്ണ വാര്യർ. ഇപ്പൊ പേഴ്സണൽ ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടില്ലേ? എങ്ങനെയാണ് എംപ്ലോയി ഡീറ്റെയിൽസ് എടുക്കുന്നത് കൂടി പറയണോ? ചെയ്തു അതുകൊണ്ട് അത് ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ആണ് ഇനി മാറ്റാനുള്ളത്. ഇപ്പൊ ഉള്ളത് ഇദ്ദേഹം സീനിയർ സൂപ്രണ്ടാണ്. കേട്ടില്ല. നെറ്റ് പ്രശ്നമുള്ള കാരണം ഇത്തിരി ഒന്ന് ഇതുണ്ടായി. ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശരത്താണ്. ഓക്കെ സാറേ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ പ്രമോദ് എന്നുള്ള ഇദ്ദേഹം ഇപ്പൊ സീനിയർ സൂപ്രണ്ട് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ഒന്ന് മാറ്റണം. അതിന് നമ്മൾ അഡ്മിൻ ക്രിയേറ്റർ എന്നുള്ളതിനകത്ത് സെർച്ച് എംപ്ലോയി എടുത്തതിന് ശേഷം അഡ്വാൻസ്ഡ് എംപ്ലോയി പാരാമീറ്റേഴ്സ് എടുത്ത് അദ്ദേഹത്തിന്റെ പെൻ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എഴുതി കാണിക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ നമുക്ക് സീനിയർ സൂപ്രണ്ട് ആക്കി മാറ്റണമെന്നുണ്ട്. സീനിയർ സൂപ്രണ്ടിനെ മാറ്റി നമുക്ക് ജോയിന്റ് RTO ആക്കണമെങ്കിൽ ഈ പ്രമോദ് TV ക്ലിക്ക് ചെയ്ത്
പേഴ്സണൽ ഇൻഫോ ക്ലിക്ക് ചെയ്ത് എംപ്ലോയി ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിന്റെ പേരോ അഡ്രസ്സോ തുടങ്ങിയിട്ടുള്ള എന്ത് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. ഇത് നമുക്ക് മാറ്റേണ്ടത് ഇതിന്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെസിഗ്നേഷൻ എന്നുള്ള സംഗതിയാണുള്ളത്. ഈ ഡെസിഗ്നേഷൻ നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ നിലവിൽ അദ്ദേഹം ജൂനിയർ സൂപ്രണ്ട് ആയിരുന്നു ഇത്രയും കാലം. എന്നതിന് ശേഷം അദ്ദേഹം സീനിയർ സൂപ്രണ്ടായി. അപ്പൊ സീനിയർ സൂപ്രണ്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് സീനിയർ സൂപ്രണ്ടിനെ അവസാനിപ്പിച്ചിട്ട് വേണം നമുക്ക് ജോയിന്റ് ആർടിഒ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീനിയർ സൂപ്രണ്ട് വരും. ഇത് എൻട്രി ഗ്രേഡ് എന്നുള്ളതൊന്നും നമ്മൾ എല്ലാ ആൾക്കാർക്കും എൻട്രി ഗ്രേഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിലൊന്നും യാതൊരു വിധ നമുക്ക് എൻട്രി ആണോ അല്ലെങ്കിൽ ഹയർ ഗ്രേഡ് ആണോ ഇതൊന്നും നോക്കേണ്ടതില്ല. എന്നതിന് ശേഷം ഇതിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നോ എന്നുള്ളത് കൊടുക്കണം. എന്നതിന് ശേഷം ഡേറ്റ് ഡെസിഗ്നേഷൻ റിലീവിംഗ് ഡേറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നാണോ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തത് സീനിയർ സൂപ്രണ്ട് എന്നുള്ള ആ ഒരു ജീവിതം അവസാനിച്ച് നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ജോയിന്റ് ആർടിഒ ആയി എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. അതിനുശേഷം അദ്ദേഹം ഫയൽസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഫയലുകളെല്ലാം സീനിയർ സൂപ്രണ്ട് എന്ന് കിടക്കും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്താൽ ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ ചെയ്യുന്ന എല്ലാ ഫയൽസിലും അദ്ദേഹം ജോയിന്റ് ആർടിഒ ആയിട്ട് വരും. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ പുതിയ ഇത് കൊടുക്കുന്നു, ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ലെവൽ റാങ്ക് ഡിഫോൾട്ട് കൊടുക്കുന്നു. അപ്പോയിന്റ്മെന്റ് ടൈപ്പ് പെർമനന്റ് ആണ്. അതേപോലെ അപ്പോയിന്റ്മെന്റ് ഡെസിഗ്നേഷൻ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് അത് അദ്ദേഹം ഒക്ടോബർ 9 തീയതിയാണ് അദ്ദേഹം അങ്ങനെ ആയിട്ടുള്ളത്. എന്നതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിട്ട് മാറുന്നതാണ്. നമ്മളിപ്പോ വീണ്ടും ഇവിടെ പാരാമീറ്റേഴ്സ് എടുത്തിട്ട് കേട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിട്ട് മാറി കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്താ ചോദിച്ചത്? ജോയിന്റ് ഡേറ്റ് 7/9 കേട്ടോ. 7/9 ഇവിടുത്തെ ജോയിന്റ് ഡേറ്റ് അല്ലേ പറയുന്നത്? അതെ. ഞാൻ പറയുന്നത് സാറിന്റെ പ്രൊമോഷൻ ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. പ്രൊമോഷൻ ഡേറ്റ് ആണ് ഇതിൽ നമ്മൾ സാധാരണയായിട്ട് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ പേര് മാറ്റുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ മാറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ നേരത്തെ അദ്ദേഹത്തിന് പൊന്നാനി ഓഫീസിലെ ജോയിന്റ് ആർടിഒ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ സുമാർ ഒരു 4 മിനിറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി പവേഴ്സ് നമുക്ക് അലോട്ട് ചെയ്യാൻ സാധിക്കും. പവേഴ്സ് അലോട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. നമ്മളെ ഈ പിംസ് എന്നുള്ളതിൽ നിന്ന് പുറത്ത് വന്ന് ഈ ഫയലിനകത്താണ് നമുക്ക് ഇത് ചെയ്യാൻ. അപ്പോ ഈ അതിനകത്ത് ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഈ ഫയൽ സെലക്ട് ചെയ്തു. ഈ ഫയലിന്റെ നേരെ താഴെയായി ഈ കാണുന്ന അഡ്മിൻ എന്ന ഈ മെനുവിനകത്താണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പോസ്റ്റ് റോൾ മാപ്പിംഗ് ഉണ്ട്. പോസ്റ്റ് റോൾ മാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ BONN പൊന്നാനി എടുത്തു. പൊന്നാനി എടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന്റെ ഇവിടെ എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടില്ല. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അദ്ദേഹത്തിന് അവിടെ പോസ്റ്റ് ചെയ്ത ഡാറ്റ ഈ ഒരു ഫയലിന്റെ സെർവറിൽ സിങ്ക് ആവാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കാണുള്ളൂ. അദ്ദേഹത്തിന് ഇവിടെ എന്താ പറയാ അദ്ദേഹത്തിന് റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതിന്റെ മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളുടെ ഈ ഓഫീസിനകത്ത് ഇവിടെ നമ്മൾ ഈ ഫയൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ഈ റെസിപ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ഡാഷ്ബോർഡ് വ്യൂ എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട്. ഈ ഡാഷ്ബോർഡ് വ്യൂ എന്നുള്ള ഈ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രയോറിറ്റി ഫയൽസ്, പാർക്ക്ഡ് അല്ലെങ്കിൽ എലാപ്സ്ഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പൊ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ളതും നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മുടെ സൈനോ ഡിജിറ്റൽ സൈനോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഇത് സൈൻ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഡെസിഗ്നേഷൻ ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഏതെല്ലാം റോളുകൾ തന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് എന്നാണ് ലോഗിൻ ചെയ്തത്, ഏത് IP അഡ്രസ് ആണ് ലോഗിൻ ചെയ്തത്, ഏത് ടൈമിൽ നിന്നുമാണ് ലോഗിൻ ചെയ്തത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. നമുക്കിപ്പോ നമ്മുടെ മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്നതും നമ്മുടെ യൂസർ ID പാസ്വേഡും വേറെ വല്ലവരും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും ആണോ
ഫോണോ അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ മേശപ്പുറത്ത് വെച്ച് പോയി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വരുമ്പോഴേക്കും ആരെങ്കിലും കയറി ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്നാണ് അവസാനം ലോഗിൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഡാഷ്ബോർഡ് വ്യൂവിനകത്ത് നിങ്ങൾക്ക് ഏതെല്ലാം പവറുകളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഏതെല്ലാം ഹിസ്റ്ററികളാണ്, ഏതെല്ലാം റോൾസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്, ആ റോൾസ് ഏതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെല്ലാം ഫയലുകൾ കിട്ടാനുണ്ട്, തുറക്കാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് പ്രയോറിറ്റി ഫയൽസ് ഏതെങ്കിലും ഉണ്ടോ തുടങ്ങിയിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് ഡയറക്ട്ലി നമുക്ക് തുറന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു ഇ ഓഫീസിനകത്ത് ഈ ഫയൽ എന്നുള്ളതിനകത്ത് ഇൻട്രാ ഇ ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഫയൽ സിസ്റ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം എന്താണ് ഡെസ്പാച്ച് റിസീവ്ഡ് ലെറ്റേഴ്സ് എന്നുള്ള സംഗതിക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാ ഇ ഓഫീസ്, ഇന്റർ ഇ ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു 2 ബട്ടണുകൾ നിങ്ങൾ നോക്കണം. കാരണം ഹയർ ഓഫീസിൽ നിന്നും വരുന്ന ലെറ്റേഴ്സ് ഇതിനകത്ത് കൂടെയാണ് വരിക. ഒരു പക്ഷേ അവർ ഇമെയിൽ അയച്ചോളണം എന്നില്ല. അപ്പൊ ജോയിന്റ് ആർ ടി ഒയിൽ നേരിട്ട് അയച്ചിട്ടുള്ള ഒരു ലെറ്റർ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ നിന്നും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ജോയിന്റ് ആർ ടി ഒയിലുള്ള ഡയറക്ട് ലെറ്റേഴ്സ് ഓഫീസിലെ CRU വഴി ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ജോയിന്റ് ആർ ടി ഒനെ നേരിട്ട് സെലക്ട് ചെയ്ത് അയക്കാനാണ് ഇതേപോലെ ഇ ഓഫീസിന്റെ ഉള്ളിൽ കൂടെയുള്ള ഇൻട്രാ ഇ ഓഫീസ്, ഇന്റർ ഇ ഓഫീസ് എന്നീ കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത്. അപ്പൊ TC നേരിട്ടൊരു ലെറ്റർ പൊന്നാനി ജോയിന്റ് ആർ ടി ഒന് അയക്കുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ഇൻട്രാ ഇ ഓഫീസ് വഴിയാണ് അയക്കുന്നുണ്ടാവുക. ഇന്റർ ഇ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വെളിയിൽ നിന്നും വരുന്ന ലെറ്റേഴ്സിനാണ് ഇന്റർ ഇ ഓഫീസ് എന്ന് പറയുന്നത്. ഇന്റർ ഇ ഓഫീസിൽ ഇന്റർ ഇ ഓഫീസിലുള്ള ലെറ്റേഴ്സ് നമ്മൾ നോക്കിയതിനു ശേഷം നമുക്ക് നേരിട്ട് ഡയറൈസ് ചെയ്തുകൊണ്ട് തന്നെ അത് സെക്ഷനിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. അപ്പൊ ഈ പ്രമോദ് സാറിന്റെ ID ഇപ്പോ എന്താ പറയാ, അദ്ദേഹത്തിന് ഇവിടെ ഇതിൽ സിങ്ക് ചെയ്ത് വന്നോ എന്നുള്ളത് നോക്കാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് പോസ്റ്റ് ഡെലിഗേറ്റ് ചെയ്യുന്നത് അല്ല റോൾ അസൈൻമെന്റ് കൂടി ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഞാൻ കണ്ടില്ല. ഓക്കെ, അത് വരട്ടെ. അപ്പൊ ഇപ്പൊ 3:38 ഇനി നമുക്ക് അടുത്തത് വ്യാഴാഴ്ച വെക്കണോ അതോ വേറെ ഏതെങ്കിലും ദിവസം വെക്കണോ? ഡേറ്റ് ഒന്ന് പറയാമോ? വ്യാഴം തന്നെയല്ലേ നല്ലത്? അപ്പൊ സാറേ വ്യാഴാഴ്ച നമ്മൾക്ക് കണ്ണൂര് അദാലത്താണ്, വ്യാഴം വെള്ളി ഇനി. സാർ ഓരോ ഓഫീസിന്റെ മാത്രമായിട്ട് പറയണ്ട, അത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ 4-5 ഓഫീസുകള് കണ്ണൂർ ജില്ലയിലെ എല്ലാവരും അദാലത്തിൽ പങ്കെടുക്കുന്നവരായിരിക്കും. എത്ര ദിവസത്തെ കാണും അപ്പൊ സാറേ? ഇനി എത്ര മണിക്കൂർ ക്ലാസ് കൂടെ കാണും? ഇനി എത്ര ദിവസം കൂടെ വേണ്ടി വരും? വിഭ്രാന്തി പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്കിപ്പോ അത് വേണമെങ്കിൽ എന്താ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് സാർ. അപ്പൊ ഞാനിത് അടുത്ത ദിവസം ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഹലോ അങ്ങനെ തന്നെ പോയാ മതി. അതെ, അപ്പൊ ഞാൻ ഇന്നെടുത്ത് തന്നെ വീണ്ടും അടുത്ത ദിവസം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കണ്ണുകാരുടെ പ്രശ്നമില്ലല്ലോ. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ? 2-3 ദിവസം കഴിയുകയാണെങ്കിൽ ചിലപ്പോ ഒന്ന് വേണ്ടി വരും. ഇതിന്റെ അടുത്ത സെഷൻ കഴിഞ്ഞിട്ട് പോരെ റിപ്പീറ്റേഷൻ? തേർഡ് പാർട്ട് കൂടി ഉണ്ടെങ്കിലേ അതുകൂടി കഴിഞ്ഞിട്ട് പോരെ? ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വ്യാഴാഴ്ച ഫുൾ ടൈം ഉണ്ടോ സാറിന് അദാലത്ത്? അദാലത്ത് രാവിലെ മുതൽ വ്യാഴം വെള്ളി ശനി 3 ദിവസം ഫുൾ ഡേ ആണ്. എൻഫോഴ്സ്മെന്റും RTO പോലീസും കൂടെ ചേർന്നിട്ടുള്ള അദാലത്താണ്. ഓക്കെ. അപ്പൊ സാർ രണ്ടാൾക്കൊന്ന് ഇതാവാൻ പറ്റില്ലേ? ഒന്ന് സ്പെയർ ചെയ്യാൻ പറ്റില്ലേ? എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആൾക്കാരൊന്നും പോകുന്നില്ലല്ലോ. ചെയ്തോളൂ, വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ സാറെ കേൾക്കാമോ? അപ്പൊ നമുക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് വീണ്ടും ഇതിന്റെ റോൾ അസൈൻമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ച നമുക്ക് ചെയ്യാം. ഈ പ്രമോദ് സാറിന് തന്നെ റോൾ അസൈൻമെന്റ് നമുക്ക് വ്യാഴാഴ്ച ചെയ്യാം. എന്നിട്ട് അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ ട്രാൻസ്ഫർ, റോൾ അസൈൻമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ വന്നോ? ഓക്കെ. പട്ടി ഉണക്കുന്ന മാതിരി അടപ്പ് തുടങ്ങി. അത് വരുന്നിട്ടില്ലല്ലോ സാറേ പൊന്നാനിയില്. സർവർ നോക്കിയാ?
പെർമിറ്റ് എവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നോക്കി കിട്ടുന്നുണ്ട് സാർ ഒന്ന്. ഓക്കെ. അപ്പോ ഇപ്പൊ എന്തായി, നമ്മളിവിടെ പൊന്നാനി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ PRA, അപ്പൊ പ്രമോദ് TV നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ MVD റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പൊന്നാനി കണ്ടു. ഈ കണ്ണിൽ ഇത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോ നോ റെക്കോർഡ് ഫോം, അതായത് ഇദ്ദേഹത്തിന് യാതൊരു റോളുകളും ഇപ്പൊ കൊടുത്തിട്ടില്ല. അപ്പൊ റോളുകൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ആസ് എ ജോയിന്റ് RTO അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സൈനർ, ഓഫീസർ, എന്താണ് ഇതേപോലെ ഈ 2 നമ്പർ എഴുതിയെടുക്കുക. ഡ്രാഫ്റ്റ് അപ്രൂവർ, ഡ്രാഫ്റ്റ് സൈനർ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു സൂപ്രണ്ടിനാണെങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. സൂപ്രണ്ട് ഡൗൺലോഡർ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സൂപ്രണ്ട് ആണെങ്കിൽ കൊടുക്കേണ്ടതുള്ളത്. ഒരു ക്ലർക്ക് ആണെങ്കിൽ ഇതിലെ ഡൗൺലോഡറും ഓഫീസറും മാത്രം കൊടുത്താൽ മതിയാവുന്നതാണ്. ഇദ്ദേഹം ആസ് എ ജോയിന്റ് RTO നമ്മൾ കൊടുക്കുന്നതാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലെറ്ററുകളെല്ലാം റിസീവ് ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡർ ഉണ്ട്, ഡ്രാഫ്റ്റ് അപ്രൂവർ, ഡ്രാഫ്റ്റ് റിസീവർ. നമ്മള് സ്മാർട്ട് മൂവിലെല്ലാം കൊടുക്കുന്നത് പോലെ എല്ലാ പവറും കൊടുക്കരുത് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഇൻട്രാ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ, ലോക്കൽ അഡ്മിൻ, ഓഫീസർ, സൈനർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് എന്താണ് ഇദ്ദേഹത്തിന്റെ അപ്പം ട്രാൻസ്ഫേർഡ് എന്നാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങോട്ട് പുതുതായിട്ട് വന്നതാണ്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് വന്നതായതുകൊണ്ട് ഓക്കെ കൊടുത്തു. അപ്പൊ എന്തായി, 8 റോൾ മാപ്പിംഗ്സ് ബീങ് അസൈൻ ടു ദിസ് യൂസർ. ഇപ്പൊ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ ഇത്രയും പവറുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. അപ്പൊ പ്രമോദ് സാറിന് ഇപ്പൊ എന്ത് ചെയ്തു, പാലക്കാട് നിന്ന് പോസ്റ്റിൽ നിന്ന് റിലീവ് ചെയ്തു, പാലക്കാട് നിന്ന് ട്രാൻസ്ഫർ ചെയ്തു, പൊന്നാനിയിൽ പോസ്റ്റ് ചെയ്തു, പൊന്നാനിയിൽ റോളുകൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് പണ്ടത്തെ ജോയിന്റ് RTOയിൽ നിന്നും ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുകയാണ് വേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെറ്റിങ്ങിനകത്താണ് ഉള്ളത്. അതിനകത്ത് ട്രാൻസ്ഫർ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു ജോയിന്റ് RTOന് ആ ഒരു ഓഫീസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ PONN എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പൊന്നാനി ടു പൊന്നാനി. ഇദ്ദേഹത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഇബ്രാഹിം കുട്ടി സാറാണ്. അപ്പൊ ഇബ്രാഹിം കുട്ടി സാറിന്റെ ID സെലക്ട് ചെയ്യുന്നു. PRAM പ്രമോദ് സാറിനെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഫയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നോ റെക്കോർഡ്സ് ഫൗണ്ട് ആണ് കാണിക്കുന്നത്. റെസിപ്റ്റ് എന്നുള്ളത്, വേറെ റെക്കോർഡ്സ് ഒന്നും കാണിക്കുന്നില്ല. രണ്ട് ഇബ്രാഹിം കുട്ടിയുടെ പേര് കാണുന്നു. ഓക്കെ, ഇവിടെ ഇപ്പൊ കുറച്ച് ഫയൽസ് കാണാനുണ്ട്. ഇങ്ങനെ 2 ഫയൽ അവിടെ ഇൻബോക്സിലുള്ള ഫയലുണ്ട്. ഈ ഫയലുകൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ജോയിന്റ് RTO മുകളിലും വന്ന ജോയിന്റ് RTO താഴെ നിന്നതിന് ശേഷം ഫയൽ കൊടുത്തു, സെർച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നതിന് ശേഷം ഈ ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കുമ്പോൾ അപ്ലോഡ് ട്രാൻസ്ഫർ ഡോക്യുമെന്റ്, ഇതില് പഴയ ജോയിന്റ് RTOന്റെ ഓർഡർ പഴയ ജോയിന്റ് RTOന്റെ ഫയൽ പുതിയ ജോയിന്റ് RTOന് കൊടുക്കാൻ കാരണമായത് ഗവൺമെന്റിൽ നിന്ന് വന്ന ട്രാൻസ്ഫർ ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ക്ലർക്ക് വേറൊരു ക്ലർക്കായിട്ട് മാറി വരുന്നെങ്കിൽ അതിനുള്ള റീസൺ അവിടുത്തെ ഓഫീസ് ഓർഡർ ആണ് എന്നുള്ളത് കൊണ്ട് ആ ഓഫീസ് ഓർഡർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം അതിന്റെ റിമാർക്സ് അടിക്കുന്നു. അപ്പൊ ഈ റിമാർക്സ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. റിമാർക്സ് ഇവിടെ ഇല്ല എങ്കിൽ ഈ ഓക്കെ ഡിസേബിൾ ആയിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ടും ഞങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതാത്തത് ഇവിടെ റിമാർക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എനേബിൾ ആവാത്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഫയൽ ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് മനസ്സിലാവും. ഇതോടുകൂടി ഇബ്രാഹിം കുട്ടി സാറിന്റെ കയ്യിൽ ഒരു ഫയൽ ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോ പ്രമോദ് സാറിന്റെ ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്നതായിട്ട് കാണും. ഇനി ഈ ഒരു സമയം മുതൽ പ്രമോദ് സാറിന് ആ ഓഫീസിൽ ആസ് ജോയിന്റ് RTO വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞതിൽ നിന്നും 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇതിന്റെ 3ാമത്തെ സെഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ആളുടെ പോസ്റ്റിംഗും അല്ലെങ്കിൽ റിലീവിംഗ്, അതേപോലെ പോസ്റ്റിംഗ്, ട്രാൻസ്ഫർ, റോൾ അസൈൻമെന്റ്, ഫയൽ ട്രാൻസ്ഫർ, ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അഡ്മിൻ എന്നുള്ള കാര്യത്തിൽ എല്ലാ ആൾക്കാരും വളരെയധികം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം സംസാരിച്ച് തീർക്കാവുന്നതാണ്. താങ്ക് യു. ഇനി എന്തെങ്കിലും അപ്പൊ ഇനി ഇന്നൊന്നും പറയാനില്ല, ഉണ്ടോ?
ഇന്ന് ഒരു സംശയം എന്ന് പറഞ്ഞാൽ നേരത്തെ കവച് വേണം എന്ന് പറഞ്ഞല്ലോ. നമുക്ക് കവച് വെച്ചിട്ടല്ലല്ലോ എന്താണ്? കയറുന്നത്. മനസ്സിലായില്ല. കവച് വേണം എന്നങ്ങാണ്ട് നേരത്തെ തുടങ്ങിയപ്പോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ഈ ഓഫീസിൽ കയറുമ്പോ കമന്റാ കവച് കവച് അല്ല, ഈ ഓഫീസിലുള്ള ഇമെയിലിനെ കവച്ച് വേണം. ഈ ഓഫീസിലേക്ക് ഇമെയിലിന് മാത്രമേ കവച് ആവശ്യമുള്ളൂ. ഈ ഓഫീസിന് പരിചയമാണ് ആവശ്യം. ഓക്കെ. അതുപോലെ ഇപ്പൊ ഓഫീസേഴ്സിന് കൊടുക്കുന്ന റോൾ അസൈൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് റോൾ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് ഇട്ട് അത് തരാം. അത് ഞാൻ ഗ്രൂപ്പിലിടാന്ന് പറഞ്ഞല്ലോ. ഓക്കെ. അതുകൊണ്ട് ഞാൻ മൊത്തം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോ കേട്ടാ മതിയല്ലോ. ഒന്നുമല്ല, ഇനിയും